ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ഭാരതം വീണ്ടും ആഗോള വ്യാപാരത്തിൽ നിർണായക ശക്തിയാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കൃത്രിമ പാര് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല വിഴിഞ്ഞത്ത് നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ഫിഡെ റേറ്റിംഗിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ചെസ് താരമായി ആർ പ്രജ്ഞാനന്ദ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസന രംഗത്ത് നാഴികക്കല്ലാകുന്ന 4000 കോടി രൂപയുടെ 3 പദ്ധതികൾ കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു. കൊച്ചി കപ്പൽശാലയിൽ ന്യൂ ഡ്രൈഡോക്ക്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രം, പുതുവൈപ്പിനിലെ LPG ഇറക്കുമതി ടെർമിനൽ എന്നിവയാണ് പദ്ധതികൾ. വെല്ലിംഗ്ടൺ ഐലൻഡിൽ നടന്ന ചടങ്ങിൽ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ, കേന്ദ്ര സഹമന്ത്രിമാരായ ശ്രീപദ് യശോ നായിക്, വി മുരളീധരൻ, ശന്തനു താക്കൂർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. 1799 കോടി രൂപ ചെലവഴിച്ചാണ് കൊച്ചി കപ്പൽശാലയിലെ പുതിയ ഡ്രൈ ഡോക്ക് നിർമ്മിച്ചത്. 70,000 ടൺ വരെ ഭാരമുള്ള വിമാനവാഹിനികൾ, കൂറ്റൻ ചരക്ക് കപ്പലുകൾ എന്നിവയുടെ നിർമ്മാണത്തിനും അറ്റകുറ്റപ്പണികൾക്കും ഡ്രൈ ഡോക്ക് പ്രയോജനപ്പെടും. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഇന്റർനാഷണൽ ഷിപ്പ് റിപ്പയർ ഫെസിലിറ്റി സജ്ജമാക്കിയത്. 970 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കേന്ദ്രത്തിന് ഒരേ സമയം 6 കപ്പലുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്താനാകും. കൊച്ചിയെ ഒരു ആഗോള കപ്പൽ റിപ്പയർ കേന്ദ്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. കൊച്ചി പുതുവൈപ്പിനിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനാണ് 1236 കോടി രൂപ ചെലവിൽ LPG ഇമ്പോർട്ട് ടെർമിനൽ നിർമ്മിച്ചത്. ദക്ഷിണേന്ത്യയുടെ LPG ആവശ്യകത നിറവേറ്റാൻ കഴിയുന്ന വിധത്തിലാണ് ടെർമിനൽ സജ്ജമാക്കിയിരിക്കുന്നത്. ഭാരതം വീണ്ടും ആഗോള വ്യാപാരത്തിൽ നിർണായക ശക്തി ആവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ രാജ്യത്തെ തുറമുഖങ്ങൾ 2 അക്ക വളർച്ച കൈവരിച്ചെന്നും പ്രധാനമന്ത്രി. പുതുതായി നിർമ്മിച്ച ഡ്രൈ ഡോക്ക് ഇന്ത്യയുടെ അഭിമാനത്തിന്റെ അടയാളമാണെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിൽ വികസന പദ്ധതികൾ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. आजादी के अमृतकाल में भारत को विकसित राष्ट्र बनाने में देश के हर राज्य की अपनी भूमिका है. भारत जब समृद्ध था, जब ग्लोबल GDP में हमारी भागीदारी बहुत बड़ी थी, तब हमारी ताकत हमारे पोर्ट से, हमारे पोर्ट सिटीज थे. आज जब भारत फिर से ग्लोबल ट्रेड का एक बड़ा केंद्र बन रहा है, तब हम फिर से अपनी समुद्र शक्ति को बढ़ाने में जुटे हैं. നാടിനാകെ അഭിമാനകരമാകുന്ന നേട്ടമാണ് പദ്ധതികളെന്ന് ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിന്റെ പൊതുവായ വികസനത്തിൽ കേരളം നൽകുന്ന ഉദാത്തമായ പിന്തുണയ്ക്ക് ഉദാഹരണം കൂടിയാണ് ഇതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യശസ്സ് വാനോളം ഉയർത്തുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ, തൃപ്രയാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി. കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിലെത്തിയത്. ഗുരുവായൂരിലെത്തിയ പ്രധാനമന്ത്രിയെ BJP സംസ്ഥാന, ജില്ലാ നേതാക്കളും മറ്റും സ്വീകരിച്ചു. കനത്ത സുരക്ഷാ സംവിധാനമാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിന് താമരമൊട്ടുകൾ കൊണ്ട് തുലാഭാരവും നടത്തി. ഗുരുവായൂരപ്പന്റെ ദാരുശില്പം ദേവസ്വം ഭാരവാഹികൾ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഗുരുവായൂരിന് ശേഷം പ്രധാനമന്ത്രി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തി. 1 മണിക്കൂറോളം ക്ഷേത്രത്തിൽ ചെലവഴിച്ച പ്രധാനമന്ത്രി 21 കുട്ടികളുടെ വേദാർച്ചനയിലും പങ്കെടുത്തു. തുടർന്ന് രാമായണ പാരായണവും അദ്ദേഹം ശ്രവിച്ചു. വൈകിട്ട് കൊച്ചി മറൈൻ ഡ്രൈവിൽ ചേരുന്ന BJPയുടെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇതിനുശേഷം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങും. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഇന്നലെ കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് കൃത്രിമ പാലുകൾ സ്ഥാപിക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഓൺലൈനായി നിർവഹിച്ചു.
പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. 13.02 കോടി രൂപ ചെലവുള്ള പദ്ധതിക്ക് 7.8 കോടി രൂപ കേന്ദ്ര വിഹിതമാണ്. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടെ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARNews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര രാജ്യത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ പാപ്പനംകോട്, മണക്കാട് എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ യാത്ര. കൊല്ലം ജില്ലയിൽ ചിന്നക്കടയിൽ നടക്കുന്ന പരിപാടിയോടെ ജില്ലയിലെ പര്യടനം പൂർത്തിയാകും. കോട്ടയം ജില്ലയിൽ ഗ്രാമീണ മേഖലയിലെ പര്യടനം ഇന്ന് സമാപിക്കും. പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിലാണ് യാത്ര സമാപിക്കുക. മലപ്പുറം ജില്ലയിൽ മാറഞ്ചേരി, നന്നമുക്ക് പഞ്ചായത്തുകളിലാണ് യാത്ര. യാത്രയുടെ നഗരമേഖലയിലെ പര്യടനം ഇന്ന് കോട്ടയം നഗരസഭയിൽ തുടരും. കോഴിക്കോട് ജില്ലയിൽ പുതിയ ബസ് സ്റ്റാൻഡ്, ഫറോക്ക്, നല്ലൂരങ്ങാടി, മാനാഞ്ചിറ, ചെറുവണ്ണൂർ എന്നിവിടങ്ങളിലാണ് ഇന്നത്തെ പര്യടനം. ഇടുക്കി ജില്ലയിൽ നടക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി തൊഴിൽദാന പദ്ധതി പ്രകാരം ഓട്ടോറിക്ഷ സ്വന്തമാക്കാനായതിന്റെ സന്തോഷം പെരുവന്താനം സ്വദേശിയായ ജോസ് ജോസഫ് ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു. ഓട്ടോറിക്ഷ എടുക്കണമെന്ന് ഒത്തിരി നാളായിട്ട് ഇങ്ങനെ താല്പര്യപ്പെട്ട് എടുക്കാൻ തീരുമാനിച്ചപ്പം അതിന് വ്യവസായ വകുപ്പിന്റെ കീഴിലൊരു ലോൺ ഉണ്ടെന്നിങ്ങനെ മുദ്രാ ലോൺ വഴി PMGY കയറുന്ന ഒരു ലോൺ ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അങ്ങനെ SBI എനിക്ക് 2,91,000 രൂപ അധികം താമസം കൂടാതെ തന്നെ എനിക്ക് പാസ്സാക്കി തരുകയും ഒരു പാസഞ്ചർ ഓട്ടോ എടുക്കുകയും 3 മാസമായി ലോൺ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ സഹമന്ത്രി ഡോക്ടർ എൽ മുരുകൻ ശബരിമല സന്നിധാനത്തെത്തി ദർശനം നടത്തി. ഇന്നലെ വൈകിട്ട് പമ്പയിലെത്തിയ അദ്ദേഹം രാവിലെ 9ഓടെ സന്നിധാനത്തെത്തി ദർശനം നടത്തുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം തിരിച്ച് പമ്പയിലെത്തുന്ന അദ്ദേഹം എറണാകുളം വഴി ചെന്നൈയിലേക്ക് മടങ്ങും. പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവയുൾപ്പെടെ ഉത്തരേന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ അടുത്ത 2 ദിവസം കൂടി അതിശൈത്യം തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ പ്രദേശങ്ങളിൽ 2 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കുറഞ്ഞ താപനില. ഹരിയാനയിലെ ഹിസാറിൽ കുറഞ്ഞ താപനിലയായ 1.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള ആചാരപരമായ ചടങ്ങുകൾക്ക് തുടക്കമായി. 22-ന് പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 889 പോയിന്റ് താഴ്ന്ന് 72,239-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 245 പോയിന്റ് കുറഞ്ഞ് 21,789-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 5,770 രൂപയും പവന് 280 രൂപയും കുറഞ്ഞ് 46,160 രൂപയുമാണ് ഇന്നത്തെ വില. ഫിഡെ റേറ്റിംഗിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ചെസ് താരമായി പ്രജ്ഞാനന്ദ. ടാറ്റ സ്റ്റീൽ മാസ്റ്റേഴ്സിൽ ഇന്ന് നടന്ന മത്സരത്തിൽ നിലവിലെ ലോക ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിററെ തോൽപ്പിച്ചതോടെയാണ് 5 തവണ ലോക ചാമ്പ്യനായ വിശ്വനാഥൻ ആനന്ദിനെ മറികടന്ന് പ്രജ്ഞാനന്ദ ഈ നേട്ടം കൈവരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജില്ലാ കോടതി പരിഗണിക്കും. DGP ഓഫീസിലേക്കുള്ള മാർച്ചിലെ സംഘർഷത്തിനെ തുടർന്നെടുത്ത കേസിലെ ജാമ്യാപേക്ഷയാണ് ജില്ലാ കോടതി ഇന്ന് പരിഗണിച്ചത്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് നടക്കും. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 3 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 2 കളികളും ജയിച്ച് ഇതിനകം പരമ്പര സ്വന്തമാക്കി. റാഞ്ചിയിൽ നടക്കുന്ന FIH വനിതാ ഹോക്കി ഒളിമ്പിക്സ് യോഗ്യതാ ടൂർണമെന്റിലെ പൂൾ ബി മത്സരത്തിൽ ഇന്ത്യ 5-1-ന് ഇറ്റലിയെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതം വീണ്ടും ആഗോള വ്യാപാരത്തിൽ നിർണായക ശക്തിയാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൊച്ചിയിൽ 4000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ യശസ്സ് ഉയർത്തുന്നതിൽ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സംഭാവന അഭിമാനകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി കൃത്രിമ പാല് നിക്ഷേപിക്കുന്ന പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല വിഴിഞ്ഞത്ത് നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പുരോഗമിക്കുന്നു. ഫിഡെ റേറ്റിംഗിൽ രാജ്യത്തെ ഏറ്റവും മികച്ച ചെസ് താരമായി പ്രജ്ഞാനന്ദ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 1:50-ന്.